അപ്പൊ നമ്മൾ ഈ കമ്പനി ഇനി മഹാപ്രസ്ഥാനമാക്കി മാറ്റിയിട്ട് റെസ്റ്റ് എടുക്കൂ. എന്താണാവോ കൈയെല്ലാം കൂട്ടി പിടിച്ച് ക്രിക്കറ്റ് മാച്ചിനെല്ലാം പോകുന്നുണ്ടോ? എന്തായി മീറ്റിംഗ് ഒക്കെ? എന്തായിരുന്നു മീറ്റിങ്ങിന്റെ പുതിയ അജണ്ട? മേഡം, ഞാൻ പറയാം. ഇനി മുതൽ ഓഫീസിലെ എല്ലാ രീതികളും അടിമുടി മാറാൻ പോവാം. ഇത്രയും കാലം ഉഴപ്പി നടന്ന എല്ലാവരുടെയും എല്ലാ രീതികളും മാറാൻ പോവാ, എന്റെ അടക്കം. അതായത് രാവിലെ 10 മണിക്ക് നമ്മൾ കമ്പനിയിൽ ഹാജരാവണം. ഓക്കെ, ഉച്ചയ്ക്ക് 1 to 2 നമുക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നത്. കമ്പനി എസ്കി കഴിച്ചുകൊണ്ടിരുന്ന കുഴിമന്തിയും അതുപോലെ ഇടവേളകളിൽ പോയി കഴിച്ചുകൊണ്ടിരുന്ന നാരങ്ങളും പപ്സും കട്ട്. കമ്പനിയിൽ 5 കോഫിയിൽ കൂടുതൽ കഴിക്കുന്നത് ആരാണോ അയാളിൽ നിന്ന് 25 രൂപ വെച്ച് ഇടാം. തീറ്റ കാര്യം വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറയാ. അതിലേക്ക് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. കമ്പനിക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് മാത്രമേ സാലറി ഉള്ളൂ. ഇനി അങ്ങോട്ട് വെറുതെ ഇരുന്ന് പണിയെടുക്കാതിരുന്ന ആർക്കും സാലറി തരുന്നതല്ല. കൂടാതെ ഡെയിലി വീക്ക്ലി ടാർഗറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് നമ്മളെല്ലാവരും അച്ചീവ് ചെയ്യണം. കൂടാതെ ഇത്തരം നിയമങ്ങളിൽ ഒരു തരത്തിലുള്ള പേഴ്സണൽ ബന്ധങ്ങളും വകവെക്കുന്നതല്ലാതെ മുതലാളിമാർ ഉറപ്പുന്നുണ്ട്. മൊത്തത്തിൽ ഇനി ഇവിടെ പണിയെടുക്കുന്നവർക്ക് മാത്രമേ ശമ്പളം കൊടുക്കുകയുള്ളൂ. തൽക്കാലം ഈ ഒരു മാസത്തെ ശമ്പളം കൂടെ കിട്ടും. ഈ മാസം അങ്ങനെ ശമ്പളത്തിനുള്ള കാശ് അപ്പന്മാര് നമുക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ചില നീചശക്തി അത് തരാതിരിക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയെങ്കിലും സ്വന്തം മക്കളോടായിരിക്കും അപ്പന്മാർക്ക് സ്നേഹം കൂടുതൽ. അതുകൊണ്ട് നമുക്ക് ശമ്പളം മുടങ്ങാതെ വരുമെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ ഈ വേളയിൽ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. മതി, നിർത്ത്. എൻ്റെ ജോമി, നിന്റെയൊക്കെ പുതിയ ഐഡിയയും ഇവിടുത്തെ പരിഷ്കാരങ്ങളും ഒക്കെ കൊള്ളാം. ഇതൊക്കെ പണ്ടേ ചെയ്തിരുന്നെങ്കിൽ ഇനിയൊക്കെ എന്നെ നന്നായി പോയേനെ. ശരി, ഇനിയെങ്കിലും ഇതൊക്കെ നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഇത്തവണത്തെ ശമ്പളം കമ്പനി അക്കൗണ്ടിലേക്ക് ഇടാനാണ് നിങ്ങളുടെ അപ്പന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആർമാദിക്കാനൊക്കെ വരട്ടെ. നിങ്ങളുടെ അപ്പന്മാർ ഏതായാലും ചെക്കപ്പിനായിട്ട് എറണാകുളത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇവിടം വരെ വരുന്ന സ്ഥിതിക്ക് കമ്പനിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കാര്യവിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ടേ അവർ പോകുന്നുള്ളൂ. ഏതായാലും അവരിവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം അക്കൗണ്ടിലിട്ട ക്യാഷ് എടുത്താൽ മതി എന്നാണ് അവരെന്നോട് പറഞ്ഞേക്കുന്നത്. മക്കളോട് സ്നേഹം ഉണ്ടെന്നേ ഉള്ളൂ, എന്നാ എന്നോടാണ് അവർക്ക് വിശ്വാസം. കേട്ടാ? അപ്പന്മാര് വന്ന ആകെ പ്രശ്നമാവുമല്ലോ. അയ്യോ, മുതലാളിമാരെ കൂടെ എന്ത് ചെയ്യും? അപ്പന്മാര് വന്നാ പറ്റൂല. എന്തെങ്കിലും രീതി തടഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് അമ്മച്ചവരോട് നീ വാ. അവന്മാരുടെ അപ്പന്മാർ അത്രയ്ക്ക് സീനാണ്. സീനാണെന്നോ കലിപ്പെന്നൊക്കെ പറഞ്ഞാണല്ലോ. ഇപ്പൊ ഈ ഓഫീസിലെ അവസ്ഥ അവരെങ്ങാനും അറിയാലോ. ഇവിടെ കിടക്കുന്ന ഫർണിച്ചറും കസേരയൊക്കെ അവർ കിട്ടണ വഴിക്ക് നോക്കി വെച്ചിട്ട് നമ്മളെ എല്ലാവരും പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടൊരു കമ്പനി പോകും. അയ്യോ എന്റെ അമ്മേ, അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോവില്ല. അവർക്ക് സഹിക്കണ്ടേ? ഇതിന്റെ ഇടയ്ക്ക് തന്നെ നിനക്ക് ഇതൊക്കെ ചിന്തിക്കണം അല്ലേ? ആദ്യം ജോലി എങ്ങനെ രക്ഷിക്കാന്ന് ആലോചിക്കും. എന്നാലേ നമുക്ക് അവര് വരുന്ന വണ്ടി ആക്സിഡന്റ് ആക്കിയാലോ? അയ്യോ, ഞാൻ പെട്ടെന്നേ നമ്മുടെ ശത്രുക്കളാന്നുള്ള മൈൻഡിൽ ആയിപ്പോയി. സോറി. നമ്മളിനി എന്താ ചെയ്യാ? അതെ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അപ്പന്മാര് വന്ന് ഇവിടത്തെ അവസ്ഥ കണ്ടാലേ പ്രശ്നമുള്ളൂ. നമുക്ക് എല്ലാരും കൂടി നാളെ ലീവ് ആക്കിയാലും. ലീവ് എടുക്കണ്ട, ലീവ് ആക്കാം. നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ ഈ കമ്പനി ലീവായിരിക്കും. നിങ്ങൾ ഈ ലാസറിനെ വിശ്വസിക്കും. അതെ, ഞാൻ എന്റെ സകല ബുദ്ധി ഉപയോഗിക്കാൻ പോകും. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കും. ഇത് ലാസറിന്റെ വാക്കാണ്.
ചത്തുപോട്ടെ അങ്ങനെ. എടാ നാളെ ഇങ്ങനെ അപ്പന്മാര് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യല്ല. ഈ ചില്ല് പൊട്ടി ചാടി അങ്ങ് ചത്തോണം. ഈ ചുമ്മാ അരി അറിയാ എന്തോ ചെയ്യൂ ഇപ്പൊ ഇത്. ദേ ഈ ചായ രണ്ടുപേരും ചൂടോടെയും കുടിച്ച് നിങ്ങളുടെ രണ്ടുപേരും ടെൻഷൻ അങ്ങ് പമ്പണം. നന്നായടാ, തലവേദന എടുത്തിരിക്കുകയാണ്. കുടിച്ച നന്ദിയുണ്ടല്ലേ ശരി. ചായ പോണ വഴി അറിയാൻ പറ്റും. അറിയാ താങ്ക് യു ലാസർ. വെൽക്കം ടോമി. താങ്ക് യു ലാസർ. വെൽക്കം ടോമി. എടി, ഇവിടുത്തെ ജോലി പോയാ വേറെ നല്ല ജോലി കിട്ടും നിനക്കൊല്ല പ്രതീക്ഷ ഉണ്ടോ? എനിക്ക് തീരെയില്ല. അതെ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ ഈ കോഫി എടുത്താൽ കുടിച്ചേ. എന്താ ജോലി എന്താന്ന് വെച്ചാൽ ചെയ്യും. എടുക്ക്. താങ്ക് യു ലാസറ. വെൽക്കം. ഇവിടുത്തെ ജോലി പോയി കഴിഞ്ഞാല് ലാസറിനെയും ഈ കോഫിയൊക്കെ ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യും. അതെ, ഈ ലാസർ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു വാക്ക് തന്നല്ലേ, അത് ഞാൻ പാലിച്ചിരിക്കുക കേട്ടോ. നിങ്ങളെ കോഫിയും കുടിച്ച് ആരുടെ ജോലിയും പോകില്ല. ജോമി, വയറിന് കാര്യമായിട്ടൊരു അസ്വസ്ഥത. കുറച്ച് കാലത്തിന് ശേഷം ഞാനെന്നൊന്ന് മെനക്ക് പോയതായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് കക്കൂസി പോയിട്ട് വരട്ടെ. പോയിട്ട് പെട്ടെന്ന് വരണം. കയറി തപസ്സിരിക്കരുത്. നീ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഒരു ഐഡിയ കണ്ടുപിടിക്കാവുള്ളതാണ്. ഞാൻ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വരാം. തപസ്സിരിക്കരുത്, പെട്ടെന്ന് വരണം. വലുതായോ ഇല്ലടാ. ആ ചെവരിലങ്ങും പെയിന്റ് അടിക്കല്ലേ. ഇത്രയ്ക്ക് കടുക്കാൻ മാത്രമേ ഞാൻ എന്തോന്ന് കഴിച്ച ദൈവമേ. അത്യാവശ്യടാ. എവനും പണിയിട്ടേക്ക് എന്തോ നമ്മൾ ഒന്നിച്ച് കഴിച്ചത് എന്റെ ഉറപ്പ്. ജോമി, നീ കുറച്ച് സ്പീഡാക്കേണ്ടി വരും. എനിക്ക് പിന്നെ പണിയിട്ടേ. അയ്യോ, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യണ്ട. താനേ പോണ്. എടാ അങ്ങനെ പറയല്ലേ. സമയം കൂടാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പൊത്തിപ്പിടി. എത്ര തവണ പറ്റില്ല. നീ ചുമ്മാ ജോമി ഒന്ന് വാടാ. ഈ സമയത്ത് എന്റെ അച്ഛനാണെങ്കിൽ പോലും ഞാൻ ചലിച്ചു പോകുമ്പോ ഞാൻ ബ്രഷ് അടിക്കുമ്പോ എന്റെ കുടലുണ്ടെങ്കിൽ തിരിച്ചെടുത്തോണ്ട് പറഞ്ഞേ. അപ്പോ എടി, നീയൊക്കെ എന്തിനാണ് അവരെ പറയാവണത്? നീയൊക്കെ പണിയെടുത്തെങ്കിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട. ഒറ്റ ഒരു പണിയെടുത്തെങ്കിൽ വർക്ക് വന്നേനെ. വർക്കിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ ആ ഫ്ലഷ് നന്നാക്കിയെങ്കിൽ എല്ലാ കക്കൂസിലും കയറാൻ മാറി മാറി. ഇതൊരു കക്കൂസ് പറ്റൂലല്ലോ. ഇപ്പൊ മാറി കയറാൻ പറ്റില്ല. ഞാൻ കയറിക്കോട്ടെ. അയ്യോ മച്ചാ, അവിടെ കുടലൊന്നും ഇല്ലായിരുന്നടാ. 2 കരിയപ്പല അത്രേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ 65 വെച്ച് അതിന്റെ എന്നാ ഇതുപോലെയല്ലേ പോയത്? ഇത് തേച്ചാ നിക്കോ? ഇത് ലൂസണാ. ഫെവിക്കോൾ വേണം. എന്തൊക്കെ ഊരിയിടണം അവിടെ. ടോമി തീരെ വയ്യ. ടോമി അടുത്ത് പോകുമ്പോ കൂടെ വാടി കാണിച്ച്. ഇവിടെ ചോര വരെ പോകുന്നു പറഞ്ഞാണ് ഞാൻ നിക്കണേ. അയ്യോ, ചോര കണ്ട എനിക്ക് തല ഇറങ്ങി. ഞാൻ തല ഇറങ്ങി കിടന്നാ ആശുപത്രി കൊണ്ടുപോകണം. കഴിച്ചിട്ട് കൊണ്ടുപോകണം. ഇല്ല ഇല്ല, എന്നെ നമ്പരുത്. അതിലും ഗതി കെട്ട അവസ്ഥയാണ്. ആ അവസരം കിട്ടിയാൽ ഞാൻ തുറനെ നോക്കൂ.
അകത്ത് ആരാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ. നിനക്കും പറ്റിയാടാ? എനിക്കും പറ്റി. ഇതെന്തെല്ലാവർക്കും ഇങ്ങനെ ഒരു കൂട്ടത്തൂറ്റല്? ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു അവസ്ഥക്ക് കാരണം ഞാൻ പട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന കോഫിയില് നല്ല ഡോസ് കൂട്ടി വയറിളക്കത്തിന്റെ മരുന്ന് ഞാൻ കളിക്കിട്ടുണ്ട്. എന്റെ കൂടെ വരണ്ട, ബൈക്ക് കയറ്റൂല. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ അടുത്ത 3 ദിവസത്തേക്ക് നമുക്ക് നേരെയൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഫീസിൽ ലീവ് ആയിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കിഴങ്ങേ, നീ ആ അമ്മച്ചിക്കല്ലടാ ആദ്യം കൊടുക്കേണ്ടിയിരുന്ന. അവര് വന്നാ നമുക്ക് പണിയല്ലേടാ ചെറ്റ്. നീ പോയി നോക്ക്, ഒരു അന്തമൊന്നും ഇല്ലാതെ പോയിരിക്കണല്ല. അതെ, എനിക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് കൊടുത്തായിരുന്നു. ഒരു ഐഡിയ കിട്ടി. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി കോറിഡോറിൽ ഒളിച്ചിരിക്കണം. അവിടെ ഇരുന്ന് വയറളവണോ? വയറിളകരുത്. പിന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ നില വിളിക്കും. പൊട്ട ഇരിക്കാനൊന്നും പറ്റൂല. അയ്യോ, അപ്പൊ സൗണ്ട് കേട്ട് മേരി മേഡം അങ്ങോട്ട് ഓടി വരും. അപ്പൊ നിങ്ങൾ അവിടുന്ന് ചാടി മേരി മേഡത്തിനെ പേടിപ്പിക്കും. അപ്പൊ അങ്ങനെ പേടിച്ചിരിക്കണ മേരി മേഡത്തിന് വെള്ളത്തിന് പകരം നമ്മുടെ കോഫി ആയിട്ട് ചേരും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വയറിളകുന്നു. ഓഫീസ് ലീവാകും. ഒരു കുഴപ്പമുണ്ട്, ഈ മേരി ആന്റിക്ക് ഈ കക്കൂസൊന്നും തികയൂല. പാർക്കിങ്ങിലും കൊണ്ടിരുത്തേണ്ടി വരും. കഴിഞ്ഞ 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 ഞാൻ എടാ എന്നെ കൂടെ ഇരുത്തണം, നമുക്ക് ഒന്നിച്ചിരിക്കാടാ. ഞാനും കൂടെ. അതെ, ഞാൻ പറയുമ്പോ എല്ലാരും ഇരിക്കണം. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല സാറേ? അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ അയ്യോ അല്ല പോയി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വരണേ. മാഡം ഞങ്ങൾ പറ്റിച്ചതാ. അയ്യോ, വെള്ളം കൊടുക്കണേ മേരി ലാസറേ, ഓടി വാ ലാസറേ. കൊടുവെള്ളം. വെള്ളമില്ലേ ലാസറേ? മേഡം, വെള്ളമല്ല കോഫി ഉള്ളു. മേഡം എവിടെ? അയ്യോ, എന്നോട് പറ്റുന്ന തോന്നല്ല. എടാ, ഇതിപ്പോ 3 അല്ല 4-5 ദിവസത്തെ ലീവിനുള്ളതായി. 108 വിളി.